ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈൻ പോയിന്റ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്നാപ്സീഡിൽ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് എങ്ങനെ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ ആഫ്റ്റർ ബിഫോർ ആയിട്ടുള്ളൊരു ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്ത് നല്ല ഗ്രേഡിൻ്റെ കളറൊക്കെ കൊടുത്ത് നല്ല ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ നല്ലൊരു പിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വാട്ടർമാർക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ടൈമുള്ള നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്നാപ്സീഡ് ഓൺ ആക്കാം. അതിന് ശേഷം നമ്മളെടുത്ത ഫോട്ടോ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം ആ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്മൂത്തിൽ കൊടുക്കാം. ഒന്ന് ലോഡാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എഫക്റ്റിൽ വന്നു സ്മൂത്തിൻ്റെ. ഓക്കെ കൊടുക്കുക. അതിന് ശേഷം പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹീലിങ്ങിൽ പോയിട്ട് നമ്മുടെ ആ ഒരു പൂവിൻ്റെ ഒരു ഭാഗം മാത്രം ഒന്ന് ഹീൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ടുണ്ട്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒബ്ജക്റ്റ് നമുക്കൊന്ന് ഹീൽ ചെയ്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക, ഹീൽ ചെയ്യുക. അതുപോലെ 2-3 ഭാഗത്ത് നമുക്കൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഓക്കെ, അവിടെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ടിക്ക് കൊടുക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒബ്ജക്റ്റ് നമ്മളിതൊന്ന് ഹീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഇറേസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലെൻസ് ബ്ലറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫുള്ള് ചെറുതാക്കിയിട്ട് താഴത്തേക്ക് ഒരു മൂലയിൽ കൊണ്ടുവച്ച് കൊടുക്കുക. അതിന് ശേഷം ട്രാൻസിഷൻ ഫുള്ള് കുറക്കുക. ബ്ലർ സ്ട്രെങ്ത്ത് ഒന്ന് ഫുള്ളിൻ്റെ കൂട്ടി കൊടുക്കുക. ഒരു 76-75 ആ റേഞ്ചിൽ വെച്ച് കൊടുക്കുക. 65 വെച്ചിട്ടുണ്ട്. ഓക്കെ, 65 വെച്ചിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡാവും. ശേഷം പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡബിൾ എക്സ്പ്ലോറിൽ പോയിട്ട് നമ്മുടെ ആ ഒരു പിക്ക് ഒന്നുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം 3ാമത്തെ ഓപ്ഷനിൽ പോയിട്ട് ഫുള്ള് ഒന്ന് കൂട്ടി കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ശേഷം മുകളിൽ കാണുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ എഡിറ്റിൽ പോവുക. ജസ്റ്റ് നമ്മൾ ഡബിൾ എക്സ്പ്ലോറിൽ പോയിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണും. അതിനുശേഷം സൂം ചെയ്തതിന് ശേഷം ആ ഒരു ഫ്ലവറിൻ്റെ അവിടെ മാത്രം നമുക്കിങ്ങനെ റേസ് ചെയ്ത് കൊടുക്കുക. അത് സൂമൊക്കെ ആക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാം. ടൈം എടുത്ത് ചെയ്താൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അവിടെ മാത്രം നമുക്കൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇറേസ് ചെയ്യുന്ന ഭാഗം മാത്രമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇറേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒബ്ജക്റ്റാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആ കാണേണ്ട ഒബ്ജക്റ്റ് മാത്രമായിട്ടൊന്ന് ഇങ്ങനെ ഇറേസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഓരോ ഭാഗം സൂം ചെയ്ത് ടൈം എടുത്ത് മെല്ലെ മെല്ലെ ഇറേസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഓരോ ലീഫ് കാര്യങ്ങൾ ഫ്ലവറിൻ്റെ. അപ്പോൾ ഫുള്ള് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുക്കുക. ജസ്റ്റ് പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കർവിൽ ഓപ്ഷനിൽ പോവുക. ജസ്റ്റ് ആ കർവിൻ്റെ ഒരു സംഭവം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോക്ക് അനുസരിച്ചിട്ട് സ്ക്രീനിൽ കാണുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഫോട്ടോസ് മാറ്റുണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അതും കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു കളർ എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ബ്ലർ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നെസ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഒന്ന് അങ്ങോട്ടോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 23 ഇട്ടിട്ടുണ്ട്. അതിൽ കോൺട്രാസ്റ്റ് -23, സാറ്റുറേഷൻ കുറച്ച് കൂട്ടുക. ഓരോ ഫോട്ടോക്ക് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ലെഫ്റ്റും റൈറ്റൊക്കെ ഒന്ന് മൈനസും പ്ലസും ഷാഡോ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെ ബെറ്ററായി തോന്നുന്നത് അതുപോലെ വെച്ചെടുക്കുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്നുകൂടെ പെൻസിൽ ബട്ടണിൽ പോവുക. ഡീറ്റെയിൽസിൽ പോയതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോക്ക് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് മൈനസും പ്ലസ് ചെയ്ത് നോക്കുക. എങ്ങനെ നമുക്ക് ബെറ്ററായി തോന്നുന്നു വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടിക്ക് കൊടുക്കുക. പെൻസിൽ ബട്ടണിൽ പോയതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റ് ക്രോപ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോട്ടോ നമുക്ക് വേണ്ട ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ടിക്ക് കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൂടെ പെൻസിൽ ബട്ടണിൽ പോയതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക.
അതിൽ ലൈന് 1 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേർഡൊന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഒരു ഏറ്റവും താഴത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട് ചെറുതാക്കിയിട്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് കുറച്ച് കൊടുക്കുക. സെൻറ്ററത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോട്ടോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുക. നമ്മുടെ ഫോട്ടോ എക്സ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.